എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സാധാരണ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടോ കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ തടസ്സം നോക്കാനായിട്ട് കുടുംബ പ്രശ്നത്തിനൊക്കെ ആയിട്ട് ജ്യോത്സ്യന്മാരെ സമീപിക്കാറുള്ളവരാണ്. ഈ നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ജ്യോത്സ്യൻ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ പോലെ തന്നെ ജ്യോത്സ്യൻ നോക്കാനായിട്ട് പോകുന്നവർ അറിയേണ്ടതായ കുറേ കാര്യങ്ങളും കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ ആ പറയുന്ന പ്രശ്നങ്ങളും പറയുന്ന പരിഹാരങ്ങളും നമുക്ക് അനുഭവത്തിൽ വരൂ എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോകുമ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ ആ ജ്യോത്സ്യൻ തരുന്ന വഴിപാട് നമ്മൾ നടത്തിയാൽ നമുക്കതുകൊണ്ട് ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒത്തുവരണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമാർഗത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ അത് വിസ്തരണം പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് എല്ലാം പ്രായോഗിക തലത്തിൽ വരുത്താൻ പറ്റുന്നതല്ല എങ്കിൽ തന്നെയും അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജ്യോത്സ്യൻ്റെ പോകാനായിട്ട് നമ്മൾ ആലോചിക്കുന്നത് തന്നെ ഒരു ഈശ്വര പ്രേരണ കൊണ്ടാണ് എന്നാണ് ശാസ്ത്രമതം. അപ്പോൾ അങ്ങനെ ഈശ്വര പ്രേരണയിൽ നമ്മുടെ ഈശ്വരൻ്റെ പ്രേരണയാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ജ്യോത്സ്യന്മാരെ സമീപിക്കാറ്. നമ്മളങ്ങനെ ആ ബുദ്ധിമുട്ട് ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ സമീപിക്കാനായിട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ പോകുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യം, പോകുന്ന ദിവസത്തെ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം, തിഥിയുടെ പ്രാധാന്യം. ഇത് സാമാന്യമായിട്ട് ഗുണമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ജ്യോത്സ്യനെ കൊണ്ട് കാണുന്നത് കൊണ്ടോ ആ വഴിപാട് നടത്തുന്നത് കൊണ്ടോ ഫലം വരികയുള്ളൂ. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ജ്യോത്സ്യനെ കാണാൻ പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ദിവസവും വർജിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അതിൽ വ്യാഴാഴ്ച ഏറ്റവും ഉത്തമമായിട്ട് സ്വീകരിക്കാം. ചൊവ്വയും ശനിയും വർജിച്ചുകൊണ്ട് തന്നെ ജ്യോത്സ്യൻ്റെ അടുക്കേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ശനിയാഴ്ച പരിപൂർണമായിട്ടും വർജിക്കാൻ നോക്കുക. പാപവാരത്തിൽ പറയുന്ന പരിഹാരങ്ങളൊക്കെ നമുക്ക് അനുഭവയോഗ്യമാകാനായിട്ട് തടസ്സമായിരിക്കും. ഇനി ഇപ്പോഴുള്ള കാലത്ത് ചൊവ്വാഴ്ചയൊക്കെ പരിപൂർണമായിട്ടും വർജിക്കാൻ പറ്റുന്നില്ല. ശനിയാഴ്ച പരിപൂർണമായിട്ടും വർജിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അഷ്ടമി തിഥി, അഷ്ടമിയുടെ അന്നും അമാവാസിയുടെ അന്നും ജ്യോത്സ്യൻ്റെ അടുക്കൽ പോകാനേ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അഷ്ടമിയുടെ അന്നും അമാവാസിയുടെ അന്നും നമ്മുടെ കലണ്ടറെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം ഒരു കലണ്ടറെ നോക്കിയാൽ ആ കലണ്ടറിൻ്റെ ഡേറ്റിൻ്റെ താഴത്തായിട്ട് അഷ്ടമിയാണോ അമാവാസിയാണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസം ജ്യോത്സ്യനെ കാണാൻ പോകുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന പ്രധാന ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രം തൊട്ട് എണ്ണുമ്പോൾ 3, 5, 7-ാമത്തെയോ നാളിൻ്റെ അന്ന് ജ്യോത്സ്യനെ കാണാൻ പോകരുതെന്നുണ്ട്. അഷ്ടമരാശിക്കൂറും ചന്ദ്രാൽ അഷ്ടമരാശിക്കൂറൊക്കെ വർജിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി നോക്കിയിട്ട് എടുക്കുന്നത് സാധിക്കുന്ന കാര്യമല്ല. അതിൽ വെച്ചിട്ട് ഏറ്റവും ദോഷങ്ങളുള്ളതായിട്ടുള്ള ഈ പറഞ്ഞ ശനിയാഴ്ച, അഷ്ടമി, അമാവാസി, നമ്മുടെ നക്ഷത്രത്തിൻ്റെ 3-ാമത്തെയോ 5-ാമത്തെയോ 7-ാമത്തെയോ നക്ഷത്രം ജ്യോത്സ്യനെ കാണാൻ വർജിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഗുണങ്ങളൊക്കെ അനുഭവത്തിൽ വരികയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രശ്നത്തിന് ചെല്ലുമ്പം നമ്മുടേതായ പ്രശ്നത്തിൻ്റെ ഒരു നിമിത്തവും കൂടി അവിടെ വരുന്നതാണ്. അപ്പം ആ നിമിത്തത്തിനേലുപരി നമുക്ക് ആ പോകുന്നത് കൊണ്ട് പ്രയോജനത്തിൽ വരാനാണ് പ്രശ്നമാർഗ ആചാര്യൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജ്യോത്സ്യൻ്റെ ചെല്ലാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പ്രശ്നത്തിന് ചെല്ലുമ്പോൾ ആ പ്രശ്നം നോക്കുന്ന ജ്യോത്സ്യൻ ഇതെല്ലാം സവിസ്തരം നോക്കിയതിന് ശേഷം വേണം നമ്മുടെ പ്രശ്നം ചിന്തിക്കാനാണ്. അതായത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ദോഷം കൂടുതലുണ്ടെന്നോ അല്ലെങ്കിൽ ചെല്ലുന്ന കാര്യത്തിന് തടസ്സമുണ്ടെന്നോ ആ ജ്യോത്സ്യന് പ്രഥമ ദൃഷ്ട്യാ തന്നെ പറയാവുന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ ശ്വാസപരീക്ഷണം കൊണ്ടോ അംഗം നമ്മൾ ഏതൊക്കെ അംഗത്തിൽ തൊടുന്നത് കൊണ്ട്, നമ്മൾ പറയുന്ന ആദ്യത്തെ അക്ഷരം കൊണ്ട്, നമ്മൾ വന്ന് നിൽക്കുന്ന രാശി കൊണ്ട്, ചെയ്യുന്ന ചേഷ്ട കൊണ്ട്, വരുന്ന സമയത്തെ നിമിത്തം കൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പ്രശ്നം പറഞ്ഞുകൊള്ളണം. അതിന് ശേഷമാണ് ആരോടും നമ്മളായിട്ട് കൽപ്പിച്ചുകൊണ്ടുള്ള രാശി പ്രശ്നം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രഥമമായിട്ട് ദൃഷ്ടിയായിട്ട് വരുമ്പം നമ്മൾ ഈ ദോഷ സമയത്ത് ചെല്ലുന്നത് നമുക്ക് ദോഷഫലത്തെ നൽകും. ഇല്ലെങ്കിൽ ആ എഴുതിത്തുന്ന വഴിപാടുകൾക്കൊന്നും ഗുണം കിട്ടാണ്ട് വരും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് തിഥിയിലെ അഷ്ടമി, അമാവാസി, ദിവസത്തിൽ ശനിയാഴ്ച, നക്ഷത്രത്തിൽ നമ്മുടെ നക്ഷത്രം തൊട്ട് 3, 5, 7 ഈ 3 കാര്യങ്ങൾ വർജിച്ചതിൻ്റെ കൊണ്ട് തന്നെ ജ്യോത്സ്യന്മാരുടെക്ക് സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജ്യോത്സ്യന്മാരുടെക്ക് എന്ന് മാത്രമല്ല നമുക്ക് ഗുണം വരുന്നതായ
കാര്യങ്ങൾക്ക്, ഇപ്പോൾ ആരോഗ്യ കാര്യങ്ങൾക്കൊക്കെ നമുക്കിഷ്ടമുള്ള ദിവസം നോക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വയ്യാഴിയുടെ കാര്യങ്ങൾക്കൊന്നും അല്ല ഇത് നോക്കേണ്ടത്. എന്നാൽ നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് ചികിത്സ ആരംഭിക്കുന്ന കാര്യങ്ങൾക്കോ യാത്ര പുറപ്പെടുന്ന കാര്യങ്ങൾക്കോ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർജിച്ചാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഗുണമായിട്ട് അനുഭവത്തിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.